അങ്ങനെ നമ്മൾ വീടിൻ്റെ പെയിൻറ്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്. അത് ഇതുവരെ ചെയ്തിട്ടില്ല, എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല എന്ന് തന്നെ ആണ് സത്യം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊന്നും ഗണപതിക്കൊരു മേക്ക് ഓവർ കൊടുക്കാം. മേക്ക് ഓവർ എന്ന് വെച്ചാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ പെയിൻറ്റിങ് ഒന്ന് റീടച്ച് ചെയ്യണം. ആകെ പൊടി പിടിച്ച് കരിയൊക്കെ പിടിച്ച് ആകെ വല്ലാത്തൊരു കോലമായിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് നല്ല നീറ്റാക്കി വെക്കണം. അപ്പം ഗണപതി ഹോമം ഇന്ന് പ്രതീക്ഷിച്ചതാണ്, പക്ഷേ നടന്നില്ല ചില കാരണങ്ങളാൽ. അപ്പം അതിൻ്റെ മുന്നേ അതിനൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്നുള്ളൊരു തോന്നലിലാണ് അങ്ങനത്തെ ഒരു പരിപാടിക്ക് ഇറങ്ങിയത്. ഞങ്ങൾ ഹോം ടൂർ ചെയ്ത സമയത്ത്, ഇപ്പോഴല്ല, ഒരു 5 വർഷം മുന്നേ ഹോം ടൂർ ചെയ്ത സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഗണപതിനെ എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്, നല്ല ഐശ്വര്യം ഉണ്ടല്ലോ മുഖത്തിന്, സാധാരണ കാണുന്നതിനെക്കാട്ടും നല്ല ഫീച്ചേഴ്സ് ഉണ്ടല്ലോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ഗസ്റ്റായിട്ട് വന്നവർക്കും എല്ലാവർക്കും ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നൊരു ഗണപതിയാണ്. അപ്പം ഇതിൻ്റെ കഥ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കെട്ടുകഥയോ അല്ലെങ്കിൽ വീഡിയോന് വേണ്ടിയിട്ട് പറയുന്ന പോലെയൊക്കെ തോന്നിയേക്കാം. പക്ഷേ അതൊന്നുമല്ല, എൻ്റെ ലൈഫിൽ റിയലായിട്ട് നടന്നിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബേസിക്കലി എനിക്ക് ഗണപതിയുടെ ഒരു വലിയൊരു ഐഡൽ തന്നെ വേണം വീട്ടിലേക്ക് എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അത് ഗണപതി തന്നെ വേണമെന്നുണ്ടായിരുന്നു. കുറേ സ്ഥലത്ത് പോയപ്പോഴത്തേക്കും വലിയ വലിയ ഗണപതിയെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കടകളെല്ലാം കയറി ഇറങ്ങിയിട്ടും കുറേ സ്ഥലത്ത് ഓൺലൈനായിട്ടും ഒക്കെ നോക്കിയിട്ടും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ലാസ്റ്റ് നമ്മൾ പിത്തളയിൽ നോക്കാമെന്നൊക്കെ വിചാരിച്ചു. പിത്തളയിൽ നോക്കുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയാണ്, 25,000 അങ്ങനെ എന്തോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടല്ല പിന്നെ മേക്ക് ചെയ്ത് തരാം. പക്ഷെ അവരുടെ കയ്യിലൊരു സാമ്പിൾ ഉണ്ടായിരുന്നു. ആ സാമ്പിൾ കാണിച്ചു തന്നിട്ട് ചോദിച്ചു ഇത് വേണോ ചോദിച്ചു. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇതെനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഒഴിവാക്കി. നമ്മൾ വീണ്ടും തപ്പി ഒരു കടയിലെത്തി. അതായത് തലശ്ശേരി തന്നെ സ്റ്റേഡിയത്തിന് അടുത്തൊരു കടയുണ്ടായിരുന്നു. ആ കടയിലും ചേട്ടൻ ഒരുപാട് മോഡൽസ് കാണിച്ചു തന്നു. അവസാനം കൃഷ്ണനെ വേണോ ബുദ്ധനെ വേണോ എന്ന് വരെ ചോദിച്ചു. പക്ഷേ ഇതിലൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് ഗണപതിനെ തന്നെ വേണമായിരുന്നു. അപ്പോൾ ആളുടെ കയ്യിലുള്ളതൊക്കെ ചെറുത്. അങ്ങനെ ആയപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു മോഡൽ കാണിച്ചു തരാം, എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പുറകിലോട്ട് വാന്ന് പറഞ്ഞു. അതിൻ്റെ ജസ്റ്റ് പുറകിലായിട്ട് ഒരു ഏരിയ ഉണ്ട്, കുറച്ച് വേസ്റ്റ് പോലെയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. വേസ്റ്റ് അല്ല, അവരിങ്ങനെ പൊട്ടിയതും ഇതെല്ലാം ആയിട്ടുള്ള പോലത്തെ ഒരു ഏരിയ ആയിരുന്നു. അപ്പം അവിടെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ് ഇവിടെ. അപ്പോൾ എനിക്ക് ഈ ഗണപതിയെ കാണിച്ചു തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് നല്ലൊരു പീസായിരുന്നു, പക്ഷേ സൈഡ് പൊട്ടിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും റിജക്റ്റ് ചെയ്തിട്ടുള്ളൊരു പീസാണ്. സൈഡ് എന്ന് വെച്ചാൽ താഴ്ഭാഗത്ത് ഒരു ചെറിയൊരു പൊട്ടലുണ്ടാകും, ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. താഴ്ഭാഗത്തൊരു പൊട്ടലുള്ളതുകൊണ്ട് എടുക്കുന്നില്ല ആരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അതിപ്പം എന്നാൽ പിന്നെ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആൾ ചോദിച്ചു നിങ്ങൾക്കിത് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ അതുകൊണ്ട് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ വീട്ടിൽ നിന്ന് പറഞ്ഞു. ഒരു പ്രോബ്ലം ഇല്ല, എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തോണ്ട് വന്നതാണ് ഈ ഒരു ഗണപതിയെ. ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. ഒരു ക്ലേ വാങ്ങിച്ചിട്ട്, ക്ലേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ച് അതിനെ ഒന്ന് പാച്ചപ്പൊക്കെ ചെയ്തൊന്ന് റീടച്ചപ്പൊക്കെ ചെയ്തിട്ട് സെറ്റാക്കി വെച്ചതാണ് ആ ഒരു ഗണപതിയെ. ടെറക്കോട്ട കാർവിങ്സും ടെറക്കോട്ട ഐഡൽസൊക്കെ വലുത് ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കൊരു ബുദ്ധയുടെ ഐഡലും കൂടെ വേണമെന്നുണ്ട്. അത്യാവശ്യം വലിയ സൈസിൽ തന്നെ ഉണ്ടാക്കാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ പൊട്ടൽ. അത്രയും ഫീച്ചേഴ്സും അത്രയും ക്ലാസിക് കാർവിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇത് പ്രൈമർ അടിച്ചിട്ട് പെയിൻറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ പ്രൈമർ അടിച്ചാൽ അതിൻ്റെ ആ കാർവിങ് ഒക്കെ പോകുമെന്ന് പേടിച്ചിട്ടാണ് ചെയ്യാണ്ടിരുന്നത്. വെള്ളം കൂട്ടിയിട്ട് അടിച്ചപ്പോൾ തന്നെ കുറേ എയർ ബബിൾസ് ഒക്കെ വന്നിട്ട് ചെറിയ ഗ്യാപ്പെല്ലാം ഫില്ലായി പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം കൂട്ടാതെ തന്നെ ഡ്രൈ ആയിട്ട് തന്നെ അങ്ങനെ തന്നെ അടിച്ചെടുത്തു. നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നുണ്ടായിരുന്നു. പാച്ചൊക്കെ ആയി പോകുന്നുണ്ടായിരുന്നു. വളരെ സാഹസികമായിട്ട് തന്നെയാണ് അടിച്ചിട്ടുള്ളത്. കുറച്ച് ഡാർക്ക് ഷെയ്ഡായി പോയി കിട്ടിയത്. ബേൺഡ് സീനാന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കിട്ടിയിട്ടുള്ളത്. ഒറിജിനൽ ടെറാക്കോട്ട ഷെയ്ഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിവേസ് ഈ കിട്ടിയത് വെച്ചിട്ട് സംതൃപ്തിയിലാണ് ഞാൻ. വളരെ ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഗണപതി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പ്ലീസ് ഡു സപ്പോർട്ട്. ബൈ.